ലോകമാകെ പുണ്യദിനമായ ഈസ്റ്റർ ആഘോഷിക്കുന്നതിനിടെ ശ്രീലങ്കയിലെ 3 ക്രിസ്ത്യൻ പള്ളികളിലും 4 പഞ്ചനക്ഷത്ര ഹോട്ടലിലുമുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി അടക്കം 207 പേർ കൊല്ലപ്പെട്ടതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാസർഗോഡ് മഗ്രാൽ പുത്തൂർ ആസാദ് നഗർ സ്വദേശിയും ബംഗളൂരുവിൽ താമസക്കാരിയുമായ ഹാദർ കുക്കാടിയുടെ ഭാര്യ PS റസീനയാണ് കൊല്ലപ്പെട്ട മലയാളി. ദുബായിൽ താമസിച്ചിരുന്ന ഇവർ കൊളംബിയയിലുള്ള ബന്ധുക്കളെ കാണാൻ എത്തിയതായിരുന്നു. സ്ഫോടനങ്ങളിൽ 500ഓളം പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ ഏറെയും അമേരിക്കൻ, ബ്രിട്ടീഷ് പൗരന്മാരായ ക്രിസ്ത്യാനികളാണ്. ജപ്പാൻ, നെതർലാൻഡ്, പോർച്ചുഗൽ, ടർക്കി പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിരവധി പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്ഫോടനങ്ങൾ നടന്ന 4 ആഡംബര ഹോട്ടലുകളും ഒരു പള്ളിയും തലസ്ഥാനമായ കൊളംബിയയിലാണ്. 2ഇടത്ത് ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മൊത്തം 8 സ്ഫോടനങ്ങളാണ് നടന്നത്. ദേവാലയങ്ങൾക്ക് വലിയ നാശമുണ്ടായി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഒരു ഗ്രൂപ്പാണ് പിന്നിലെന്നും 7 പേരെ അറസ്റ്റ് ചെയ്തതായും പ്രതിരോധ മന്ത്രി റെനിൽ വിക്രമസിംഗെ പറയുന്നു. ഇവരുടെ വിശദാംശങ്ങൾ ഇതുവരെ അറിവായിട്ടുമില്ല. തമിഴ് പുലികൾ ഉൾപ്പെടെ ആഭ്യന്തര കലാപത്തിൽ 10,000 കൊല്ലപ്പെട്ട ശേഷം ശ്രീലങ്കയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിത്. കൊളംബിയയിലെ കെച്ചിക്കാഡോ ജില്ല, ബട്ടിക്കലോവ, നെഗോവാബോ എന്നിവിടങ്ങളിലെ പള്ളികളും ദി ഷാനിഗ്രോ, കിങ്സ്ബറി, സിന്നമൺ ഗ്രാൻഡ് എന്നിവ ഉൾപ്പെടെ 4 ഹോട്ടലുകളുമാണ് കുരുതിക്കളമായത്. സിന്നമൺ ഹോട്ടൽ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ്. ഈ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണത്തിലുള്ള ബുഫേ ക്യൂവിൽ പ്ലേറ്റുമായി കാത്തുനിന്ന ചാവേർ ഭക്ഷണം വിളമ്പുമ്പോൾ പുറത്ത് കെട്ടിവെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഭക്ഷണശാല കൊലക്കളമായി മാറി. തലേദിവസം രാത്രി മുഹമ്മദ് അസം മുഹമ്മദ് എന്ന പേരിൽ ഇയാൾ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. നാഷണൽ തൗഹീദ് എന്ന തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പ് ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ത്യൻ ഹൈക്കമ്മീഷനിലും ചാവേർ ആക്രമണങ്ങൾ നടത്തുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ലങ്കയിൽ ബുദ്ധപ്രതിമകൾ തകർത്തത് ഈ ഗ്രൂപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്രമണത്തിന് പിന്നിൽ ഇവരാണോ എന്നതും ഇപ്പോൾ വ്യക്തമല്ല. രാവിലെ 8:45 കൊച്ചിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലായിരുന്നു ആദ്യ സ്ഫോടനം. തുടർന്ന് നെഗാംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, ബാട്ടിക്കലോവയിലെ സിയോൺ ചർച്ച്, സിനമോൺ ഗ്രാൻഡ്, ഷാങ്ലിയോ, കിങ്സ്ബറി ഹോട്ടലുകളിലും സ്ഫോടനങ്ങളുണ്ടായി. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് 6 സ്ഫോടനങ്ങളും നടന്നത്. ഉച്ചയ്ക്ക് ശേഷം കൊളംബോയ്ക്ക് സമീപമുള്ള ദേഹിവാല മൗണ്ട് ഹോട്ടലിലും കൊളംബോയ്ക്ക് വടക്ക് ഒരു ഗോഡവട്ട എന്ന സ്ഥലത്തെ പാർപ്പിട സമുച്ചയത്തിലുമാണ് സ്ഫോടനമുണ്ടായത്. ഈ കെട്ടിടത്തിലേക്ക് ചാവേർ കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ 50 പേരും സിയോൺ പള്ളിയിൽ 25 പേരും കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാജ്യത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങൾക്കും ബുധനാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് താൽക്കാലിക നിരോധനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മലയാളിയായ റസീന കൊല്ലപ്പെട്ടത് നാട്ടിലേക്ക് മടങ്ങാനിരിക്കവേ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശ്രീലങ്കയിലെ ഷാങ്ഗ്രീല ഹോട്ടലിലെ സ്ഫോടനത്തിലാണ് മലയാളിയായ PS റസീന കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഹാദറിനൊപ്പം 10 ദിവസം മുമ്പാണ് റസീന ശ്രീലങ്കയിലേക്ക് പോയത്. ഈ ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ സഹോദരൻ ബഷീർ ശ്രീലങ്കയിൽ ബിസിനസ്സുകാരനാണ്. അവധി ആഘോഷിക്കാൻ എത്തിയതിനു ശേഷം ഭർത്താവ് ഹാദർ ഇന്നലെ രാവിലെ ദുബായിലേക്ക് പോയി. റസീന ശ്രീലങ്കയിലെ മറ്റൊരു ബന്ധുവിന്റെ വീടും സന്ദർശിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ദാരുണമായ അന്ത്യം നടന്നത്. ഇവരുടെ മക്കളായ ഹാൻബറും ഭറയും അമേരിക്കയിൽ എഞ്ചിനീയർമാരാണ്. ഭർത്താവിനോടൊപ്പം ദുബായിലും ബംഗളൂരുമായി താമസിച്ചു വരികയായിരുന്നു റസീന. സഹോദരൻ ബഷീർ ആശുപത്രിയിലെത്തിയാണ് ഞായറാഴ്ച ഉച്ചയോടെ റസീനയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്തായാലും പുണ്യനാളിൽ നടന്ന ഇത്രത്തോളം ഒരു കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ലോകം മാപ്പ് നൽകില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.